കുട്ടി സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും നമ്മുടെ കഥകൾ കേൾക്കുന്നില്ലേ? ഇഷ്ടമാവുന്നുണ്ടോ? കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇഷ്ടമുള്ളവർക്കായി ഷെയർ ചെയ്യാനും മറക്കല്ലേ. സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കഥ കേൾക്കണേ. ഇനി കഥയിലേക്ക്. നാമജപം കഴിഞ്ഞ് വിളക്കെടുത്ത് വെക്കുന്നതിനിടയിൽ ഗായത്രി പുറത്തേക്കൊന്ന് പാളി നോക്കി. നന്നേ ഇരുട്ടു വീണിരിക്കുന്നു. അച്ഛൻ ഇനിയും എത്തിയിട്ടില്ല. സാധാരണഗതിയിൽ നേരത്തെ എത്താറുള്ളതാണ്. ഇന്നെന്താണോ വൈകുന്നത്? അവൾ ചിന്താധീനയായി. ഉമ്മറത്തെ ഘടികാരത്തിലേക്ക് മിഴികളൂന്നി. സമയം 7 മണി. അമ്മ മരിച്ചതു മുതൽ അച്ഛനും താനും അച്ചമ്മയും മാത്രമാണ് ഈ വീട്ടിൽ താമസം. 2 വർഷം മുൻപാണ് അമ്മയുടെ വേർപാട്. അമ്മ ഒരു ആസ്മ രോഗിയായിരുന്നു. അന്ന് ഇതുപോലൊരു സന്ധ്യാസമയത്താണ് ആസ്മ രോഗം മൂർച്ഛിച്ച് അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അന്ന് തൊട്ട് ഒരിക്കൽ പോലും അച്ഛൻ വീട്ടിലെത്താൻ വൈകിയിട്ടില്ല. ഘടികാരത്തിൽ മണി 8 അടിച്ചപ്പോൾ ഗായത്രി ചിന്തയിൽ നിന്നും ഉണർന്നു. അകത്തെ മുറിയിലിരുന്ന് അച്ചമ്മ TV കാണുന്നു. ഇടയ്ക്കിടെ ഉമ്മറവാതിലിലേക്ക് പാളി നോക്കുന്നുമുണ്ട്. ഗായത്രി അച്ചമ്മയുടെ അരികിലേക്ക് ചെന്നു. അച്ചമ്മേ, അച്ഛൻ ഇതുവരെ എത്തിയില്ലല്ലോ. അവളുടെ സ്വരത്തിൽ ഭയവും ആകാംക്ഷയും നിഴലിച്ചിരുന്നു. അവൻ എന്തെങ്കിലും അത്യാവശ്യം കാണുമോളെ, അല്ലാതെ വൈകില്ലല്ലോ അവൻ. അവളുടെ നെറുകിൽ തലോടിക്കൊണ്ട് സരസ്വതി അമ്മ പറഞ്ഞു. അവൾ പതിയെ അച്ചമ്മയോട് പറ്റിച്ചേർന്നിരുന്നു. വയസ്സ് 18 പെണ്ണിന് ഇപ്പോഴും കൊച്ചുകുട്ടികളെപ്പോലെ പേടിയാ. സരസ്വതി അമ്മ അവളുടെ നാസികത്തുമ്പിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛൻ ഉടനെ വരും, മോള് പേടിക്കണ്ട കേട്ടോ. അതെങ്ങനെയാ? ഒരു മൊബൈൽ കൊണ്ട് നടക്കാൻ പറഞ്ഞ അതും നിന്റെ അച്ഛൻ കേൾക്കുവോ? അവർ പിറുപിറുത്തുകൊണ്ട് അകത്തെ മുറിയിലേക്ക് നടന്നു. വല്ലാത്ത കാലുവേദന. അച്ഛമ്മ അല്പം കിടക്കട്ടെ മോളെ, നടക്കുന്നതിനിടയിൽ അവർ പറഞ്ഞു. ഗായത്രി തലയാട്ടി. അവൾ വീണ്ടും വരാന്തയിലെത്തി. വരാന്തയിലിരുന്ന് പുറത്തേക്ക് നോക്കിയാൽ കണ്ണെത്താത്ത ദൂരത്തോളം നെൽപ്പാടങ്ങളാണ്. നെല്ലോലത്തുമ്പിൽ തട്ടിത്തടവി കാറ്റ് കടന്നു വരുന്നുണ്ടായിരുന്നു. നിലാവിൽ കുളിച്ച ആ വീടും വയലുകളും ഒരു ചിത്രത്തിൽ എന്ന പോലെ മിഴിവുറ്റു നിന്നു. വഴിവക്കിൽ ഇടയ്ക്കെപ്പോഴോ ഒരു കാൽപ്പെരുമാറ്റം കേട്ട് ഗായത്രിയുടെ കണ്ണുകൾ അവിടേക്ക് നീണ്ടു. ഇതുവരെ കാണാത്ത തടിച്ചു കുറുകിയൊരു നായ കുരച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഓടി വന്നു. അതിൻ്റെ നാവ് പുറത്തേക്ക് നീണ്ടു കിടക്കുന്നു. ഗായത്രിയെ സൂക്ഷ്മമായി നോക്കിയ ശേഷം അത് ഇരുട്ടിലെവിടെയോ മറഞ്ഞു. ഗായത്രി ഭയന്നു പോയിരുന്നു. പെട്ടെന്നെന്തോ എവിടെ നിന്നോ നായ്ക്കൾ, പെട്ടെന്നല്ല പൊടുന്നനെയല്ലേ, പൊടുന്നനെ എവിടെ നിന്നോ നായ്ക്കൾ ഓരിയിടാൻ തുടങ്ങി. ഉമ്മറത്തിൽ നിന്നിരുന്ന അവൾ ഓടി മുറിയിൽ കടന്നു. അവളുടെ മനസ്സിലാകെ വല്ലാത്തൊരു ഭയവും പരിഭ്രമവും നിറഞ്ഞിരുന്നു. അച്ഛൻ എവിടെ പോയി? ആരോട് തിരക്കും? സമയം 10 മണി കഴിഞ്ഞു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. ഭയത്തോടെയാണെങ്കിലും വീണ്ടും വരാന്തയിലേക്കിറങ്ങാൻ അവൾ നിർബന്ധിതയായി. അതുവരെ കണ്ട നിലാവ് അസ്തമിച്ചിരുന്നു. കറുത്ത ഇരുട്ടിനാൽ മറ്റൊന്നും കാണുവാനുണ്ടായിരുന്നില്ല. ഇരുട്ടിൽ നിന്നും മുൻപ് കണ്ട കറുത്ത നായ വീണ്ടും മുറ്റത്തേക്കെത്തി. ഗായത്രി ഭയത്തോടെ വരാന്തയിൽ നിന്നും എഴുന്നേൽക്കാനാഞ്ഞതും ഇരുട്ടിൽ ഒരു കാൽപ്പെരുമാറ്റം കേട്ടു. പുറത്തേക്ക് നോക്കി അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ വിടർന്നു. അച്ഛൻ! അച്ഛാ! അവൾ ഉറക്കെ വിളിച്ചു. ഇരുളിലൂടെ ഒരു വെളുത്ത വസ്ത്രധാരിയായ രൂപം മുറ്റത്തേക്ക് നടന്നെത്തി.
അതു കണ്ടതും അവിടെ നിന്ന നായ വീണ്ടും ഇരുളിലേക്ക് ഓടി മറഞ്ഞു കഴിഞ്ഞിരുന്നു. മോള് കാത്തിരിക്കുമെന്നറിയാവുന്ന കൊണ്ടാ അച്ഛനിങ്ങ് വന്നത്. അയാളുടെ ശബ്ദം ഇടറിയിരുന്നു. അച്ഛൻ എന്താ വൈകിയേ? ഞാൻ എത്ര പേടിച്ചു എന്നറിയുമോ? വരുന്ന വഴിക്ക് ബസ് ഒന്ന് ആക്സിഡൻ്റ് ആയി മോളെ. എല്ലാവരും ഹോസ്പിറ്റലാ. അച്ഛൻ പെട്ടെന്ന് മുറിവൊക്കെ ഡ്രസ്സ് ചെയ്തിട്ട് ഓടി വന്നതാ. അതും പറഞ്ഞ് അയാൾ വരാന്തയിൽ നിന്നും അകത്തേക്ക് നടന്നു. അപ്പോഴാണ് അച്ഛൻ്റെ നെറ്റിയിലെ ഒരു വലിയ മുറിവ് ഗായത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അയ്യോ അച്ഛാ, അച്ഛന് വേറെ എന്തെങ്കിലും പറ്റിയോ? അവൾ പരിഭ്രമത്തോടെ ചോദിച്ചു. ഇല്ല മോളെ, ഒന്നുമില്ല. പറയുന്നതിനിടയിൽ അയാളുടെ നെറ്റിയിലെ മുറിവിൽ നിന്നും ഒരു ചോരത്തുള്ളി തറയിലേക്ക് വീണു. അച്ഛനൊന്ന് കിടക്കട്ടെ മോളെ, മോള് കിടന്നു. രാവിലെ എഴുന്നേക്കാനുള്ളതല്ലേ. അയാൾ മുറിയിൽ കയറി കതകടച്ചു. അല്പനേരം കൂടി അവിടെ നോക്കി നിന്ന ശേഷം ഗായത്രി ആശ്വാസത്തോടെ തൻ്റെ മുറിയിലേക്ക് പോയി. പുലർച്ചെ 3 മണി കഴിഞ്ഞിട്ടുണ്ടാവും. പുറത്ത് ആളുകളുടെ ഒച്ചയും ബഹളവും കേട്ടാണ് ഗായത്രി ഉണർന്നത്. അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. പഞ്ചായത്ത് മെമ്പറും കുറച്ച് അയൽപ്പക്കക്കാരും മുറ്റത്ത് അവിടെവിടെയായി നിൽക്കുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ അച്ഛൻ്റെ ഏക സഹോദരനായ മധുവിനെയും അവൾ കണ്ടു. അവൾക്ക് എന്തോ പന്തികേട് തോന്നി. അവൾ വാതിൽ തുറന്ന് പുറത്തേക്കോടി. മുറ്റത്ത് ഉയർന്നു പൊങ്ങിയ പന്തൽ കണ്ട് അവൾ അന്താളിച്ചു. ചെറിയച്ഛ, എന്താ ഇവിടെ? അവൾ കരച്ചിലോടെ മധുവിൻ്റെ മുന്നിലേക്കോടി. മോളെ, അത്... മധുവിൻ്റെ വാക്കുകൾ മുറിഞ്ഞു. എന്തു പറയണമെന്ന് അയാൾക്കറിയില്ലായിരുന്നു. അപ്പോഴാണ് ഗേറ്റിലൂടെ ഒരു ആംബുലൻസ് ചീറിപ്പാഞ്ഞു വന്നത്. അതിൽ നിന്നും ഇറക്കിയ ജീവനറ്റ ശരീരം കണ്ട് അവൾ ഭയന്നുപോയി. തൻ്റെ അച്ഛൻ. നെറ്റിയിൽ ഒരു വലിയ മുറിവ്. അവൾ പെട്ടെന്ന് എല്ലാവരെയും തള്ളി മാറ്റിക്കൊണ്ട് അച്ഛൻ്റെ മുറിയിലേക്ക് പാഞ്ഞു. അടഞ്ഞു കിടന്നിരുന്ന വാതിൽ തള്ളി തുറന്നു. അത് ശൂന്യമായിരുന്നു. അവൾ സംഭവിച്ചത് എന്തെന്നറിയാതെ കരഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി. അപ്പോഴും അകത്തെ മുറിയിൽ ഉണങ്ങിയ ഒരു രക്തത്തുള്ളി പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. കഥ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത കഥയുമായി വരും വരെ ബൈ.